എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഞാനിപ്പോ നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലം പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. ഇതിന് വളരെ അകലെയല്ലാത്തൊരു പഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. UDFന്റെ പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട വനം മന്ത്രി പറഞ്ഞ പോലെ ഇത് വീണ് കിട്ടിയ അവസരമാക്കി UDF ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ എന്താണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത? UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആള് ബഹുമാനപ്പെട്ട ഒരു വൈദ്യുതി മന്ത്രിയായിരുന്ന ഒരാളുടെ മകൻ കൂടിയാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തും ഇതേ സ്ഥലത്ത് തന്നെ ഇതേപോലുള്ള വൈദ്യുതി മോഷണവും ആ മോഷണം നടക്കാനും വേണ്ടി വേലി സ്ഥാപിച്ചപ്പോൾ ആളുകൾ മരിച്ച സംഭവങ്ങളും ഇതേ സ്ഥലത്ത് തന്നെ മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ എന്തായി? എനിക്ക് നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. ആദ്യ മണിക്കൂറുകളിൽ തന്നെ മന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതേ നോക്കൂ അനിൽകുമാർ, ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മറുപടി പറയാവുന്ന ഒരു വിഷയം തന്നെയാണ്. താങ്കളിലേക്ക് വരാതെ താങ്കൾ ദയവായി ചോദ്യം ഒന്ന് കേൾക്കൂ. ചോദ്യം കേട്ടോട്ടെ, ഇങ്ങനെ പേടിക്കലടാ. ആണുങ്ങളെ വില കളയാനായിട്ട് താങ്കളും കേൾക്കൂ, പ്രേക്ഷകരും കേട്ടോട്ടെ. ചോദ്യം താങ്കളുടെ ഉത്തരവ് കേൾക്കട്ടെ. താങ്കൾ 1-2 മിനിറ്റ് സംസാരിച്ച് പ്രാഥമികമായ പോയിന്റ് ഉന്നയിച്ച ശേഷമാണ് ചോദ്യം ചോദിക്കുന്നത്. താങ്കൾ പ്രാഥമികമായ പോയിന്റ് ഉന്നയിച്ച ശേഷമാണ് ചോദ്യം ചോദിക്കുന്നത്. ദയവായി ഇതൊന്ന് കേൾക്കാൻ ക്ഷമ കാണിക്കുക. എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ? എന്താണ് വനം വകുപ്പ് മന്ത്രിയോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം എന്ന് ശ്രീ അനിൽകുമാറിന് അറിയോ? മാധ്യമപ്രവർത്തകർ എന്താണ് ചോദിച്ചതെന്ന് താങ്കൾക്കറിയോ? മാധ്യമപ്രവർത്തകർ എന്താണ് ഇന്ന് വനം മന്ത്രിയോട് ചോദിച്ചതെന്ന് താങ്കൾക്ക് അറിയുമോ ശ്രീ അനിൽകുമാർ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഇത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണെന്ന് UDF സ്ഥാനാർത്ഥി പറയുന്നു. അപ്പൊ UDF സ്ഥാനാർത്ഥിക്ക് ചില വിവരങ്ങളുണ്ട്. എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. പക്ഷേ UDF സ്ഥാനാർത്ഥിയേക്കാൾ മീതെ ഇപ്പൊ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പൊസിഷനിൽ ഇരിക്കുന്ന മന്ത്രി പറഞ്ഞതിനെ പറ്റി ആദ്യം താങ്കൾക്ക് ഒരു മറുപടി ഉണ്ടാകണ്ടേ? അതല്ലേ ഉള്ളൂ ഇവിടുത്തെ വിഷയം. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം? അല്ല, ഇവിടുത്തെ വിഷയം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ മന്ത്രി ആദ്യം പ്രതികരിക്കാനൊന്നും പോയില്ല. ആദ്യം ഉണ്ടായത് വിജയരാഘവനെ തടയുകയാണ് ഉണ്ടായത്. CPMന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് വിജയരാഘവനെ തടയാനുള്ള ന്യായം എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് 2 കൂടി ആയിരിക്കും. അപ്പൊ ഓർമ്മ വരും കേട്ടോ. ബഹുമാനായ CPMന്റെ പ്രതിനിധിയുടെ ചർച്ചയിൽ നിങ്ങൾ കേട്ടു. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ CPM പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്കൊന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കണം, അതിനു വേണ്ടിയിട്ട് ഒരു കെണി ഒരുക്കാം. ആ കെണി ഒരുക്കിയിട്ട് അതിലേക്ക് ഷോക്ക് കൊടുത്തിടാം. 3-4 കുട്ടികൾ ഫുട്ബോൾ കളിച്ചതിന് ശേഷം അവിടേക്ക് കൃത്യമായിട്ട് എത്തും. അവർക്ക് ഷോക്കേൽക്കും. ഷോക്കേറ്റാൽ ഉടൻ തന്നെ അവർ മരിക്കും. മരണം ഉറപ്പാണ് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 100 ആളുകളെ വഴിക്കടവ് അങ്ങാടിയിൽ കോൺഗ്രസ് നേരത്തെ തന്നെ സംഘടിപ്പിച്ചങ്ങ് വെക്കും. എന്നിട്ടോ മരണം ഉറപ്പുവരുത്തിയ ഉടൻ തന്നെ കോൺഗ്രസ് അതിനെ ഏറ്റെടുത്തുകൊണ്ട് വനം വകുപ്പ് മന്ത്രിക്കെതിരെയും ഇലക്ട്രിസിറ്റി മന്ത്രിക്കെതിരെയും വല്ലാത്ത കൊണ്ടുകയറ്റം നടത്തി പ്രതിഷേധം സംഘടിപ്പിച്ച് ഞങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു. ഇതല്ലേ ഇവർ പറഞ്ഞതിനർത്ഥം? ഇവർക്കൊക്കെ നാണമുണ്ടോ? അവന്റെ മോതണ്ടല്ലേ ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. ആരാ നിങ്ങളുടെ വനംവകുപ്പ് മന്ത്രി? കേരളത്തിലെ മന്ത്രിമാരിൽ ഇതുപോലെ കഴിവുകെട്ടവൻ വേറെയുണ്ടോ? കടുവ പിടിക്കപ്പെട്ട് മരണപ്പെട്ട രാധയുടെ ചിതയിലേക്ക് ബോഡി എടുത്ത് വെക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ടവൻ ആരാണ്? കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിയാ. അയാൾ എവിടെയാ നിന്നത്? അദ്ദേഹം കോഴിക്കോട്ട് സംഗീത നിശയിൽ പങ്കെടുത്തുകൊണ്ട് ക്യാബറെ നൃത്തത്തിനോടൊപ്പം ഹിന്ദി പാട്ട് പാടുകയായിരുന്നു. ഇവനെയൊക്കെ വള്ളിച്ചൂടിനടിക്കാൻ ഇവിടെ ആളില്ല. ന്യായീകരിച്ചവരാണ് കേരളത്തിലെ CPM. ഇവിടത്തെ പ്രശ്നം എന്താ? ആദ്യം സംസാരിച്ച ജൂഡി തോമസ്, അയാളുടെ രാഷ്ട്രീയമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ്? അദ്ദേഹം പറഞ്ഞു വെച്ചു നിരന്തരമായി KSEBക്ക് പരാതി കൊടുത്തുകൊണ്ടേയിരുന്നു. ആരാ KSEB? CPM, ഇലക്ട്രിസിറ്റി, ഭരണകൂടത്തിന് ഇതുപോലെ വൈദ്യുത മോഷണം നടത്തി മൃഗങ്ങളെ കൊല്ല ചെയ്ത് അതിൽ നിന്ന് ആദായം പറ്റുന്ന ചില ആളുകളുണ്ടെന്ന് കാണിച്ചുകൊണ്ട് മുമ്പിനാലെ പരാതി കൊടുത്തിരുന്നു. കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല ഈ സംഭവം. മുമ്പിനാലെ പരാതി കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത് ഒരു ഒത്താശയോട് കൂടി നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. അതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം? മുമ്പിനാലെ അവിടെ പലരും പരാതി തന്നു. 7 മാസത്തോളം മുമ്പ് തന്നെ പരാതി ഉണ്ടായിരുന്നു. അവിടെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിരുന്നോ? വഴിക്കടവിൽ ഒരു ജോസ് എന്ന് പറയപ്പെടുന്ന ആളിനെ ഇതുപോലെ ഷോക്കേറ്റു. പറഞ്ഞതാരാ? ആ നാട്ടുകാരൻ. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. KSEBയെ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ടും
അവരുടെ ഭാഗത്തുനിന്ന് KSEBക്ക് വിജിലൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. KSEBക്ക് സ്വന്തം നിലയിൽ തന്നെ സുരക്ഷാ സേനയും ഉണ്ട്. ഏതെന്നെ അവൻ പറഞ്ഞ നേരാ. അവർക്ക് അത് അന്വേഷിക്കാൻ പ്രത്യേക വിജിലൻസ് സ്ക്വാഡ് ഉൾപ്പെടെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നു. വനം വകുപ്പുണ്ട് അവിടെ. വനം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ആ ഏരിയ മുഴുവൻ. എവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ അവിടെ നടന്നു? ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. 3 കുട്ടികൾ ഷോക്കേൽക്കുന്നു, ഒരു കുട്ടി മരിക്കുന്നു. സ്വാഭാവികമായി അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. നാട്ടുകാർ ഇളകുന്നു. നാട്ടുകാർ ഇളകിയിട്ട് അവർ പറയുന്നു, ഞങ്ങൾ മുമ്പും പരാതി കൊടുത്തിട്ടുണ്ട്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? അനാസ്ഥയാണ്, അനാസ്ഥയുടെ ഇരയാണ് ഈ കുട്ടികൾ എന്ന് പറയുമ്പോ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? അതിനാണോ പ്രതിപക്ഷം? നാട്ടുകാർ ഇളകി പ്രതിഷേധിച്ച്, ആകെ കൂടി പ്രതിഷേധിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി വകുപ്പിനെതിരെയും വനം വകുപ്പ് മന്ത്രിക്കെതിരെയും വനം ഡിപ്പാർട്ട്മെന്റിനെതിരെയും അതിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ജീവഹാനി വന്ന കുട്ടികൾക്ക് വേണ്ടിയും നാടൊന്നാകെ ഇളകി നിൽക്കുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണ്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഈ വഴിക്കടവ് പഞ്ചായത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഭരിക്കുന്നത് UDF ആണ്. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ ശല്യം കുറയ്ക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് പഞ്ചായത്തിന് കൂടി കൈകാര്യം ചെയ്യാവുന്ന കാര്യമാണ്. ശ്രീ BRM ഷഫീർ, റാഷിദ് നാങ്കർ പറ, പഞ്ചായത്ത് എന്താ ചെയ്യേണ്ടത്? ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ കീഴിൽ പഞ്ചായത്തിന് അധികാരമുണ്ടോ? വനപരിശോധനയ്ക്ക് പഞ്ചായത്തിന് അധികാരമുണ്ടോ? ആളുകൾ പഞ്ചായത്തിൽ പരാതി കൊടുത്താൽ വനത്തിൽ കയറി പരിശോധിക്കാനുള്ള അവകാശം പഞ്ചായത്തിനുണ്ടോ? അവിടെ പിന്നെ പന്നിക്കെടുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഒരുപക്ഷെ പഞ്ചായത്തിന് പരാതി കിട്ടിയാൽ ഞങ്ങൾക്ക് വനത്തിൽ കയറി ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പരിശോധിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഒരു മര്യാദ വേണ്ട ചോദ്യം. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വനം വകുപ്പ് ഇടതുപക്ഷം, ഇലക്ട്രിസിറ്റി വകുപ്പ് ഇടതുപക്ഷം, ഇതുമായി ബന്ധപ്പെട്ട പൊതുഭരണം ഇടതുപക്ഷം. അവരാണ് കഴിക്കേണ്ടത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. അപ്പൊ നിങ്ങൾ ചോദിച്ചു, പന്നിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ടോ കോൺഗ്രസ്? ഞങ്ങൾ കൊന്നിട്ടുണ്ട്. PTA പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഞങ്ങളവിടെ 110 പന്നികളെ, കാട്ടുപന്നികളെ പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊന്നിട്ടുണ്ട്. ഉള്ളതോന്നോ? അവൻ പിന്നെ കള്ളം പറയൂ. അർത്ഥം എന്താണ്? 110 പരാതികളിൽ പഞ്ചായത്ത് 110 തവണ ഇടപെട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവൂ. കുടുംബം നന്നായ സമൂഹം നന്നാവൂ. സമൂഹം നന്നായ രാജ്യം നന്നായി. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.